ഇന്നലെ ഡൽഹിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ചെറിയൊരു ഷോപ്പിങ്ങും നടത്തി ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിൽ നിന്നും രാത്രി 8:30 മണാലിയിലേക്കുള്ള ബസ് കയറിയതായിരുന്നു ഞങ്ങൾ. ഡൽഹിയിൽ നിന്നും മണാലിയിലേക്ക് ഏകദേശം 12 മണിക്കൂർ യാത്രയുണ്ട്. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. റെഡ് ബസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും മണാലിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം 900 രൂപയാണ് ഒരാൾക്ക് ചാർജായിട്ട് വന്നത്. മണാലിയിലേക്കുള്ള ബസ് റൂട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് ബസ്സിൽ ഇരുന്നിട്ട് തന്നെ കാണാൻ പറ്റും. ഹിമാലയൻ മലനിരകളിലെ ബിയാസ് നദി താഴ്വരയിലുള്ള ഒരു പട്ടണമാണ് മണാലി. ഇന്ത്യയിലെ ഹണിമൂൺ ക്യാപിറ്റൽ എന്നും ലോകത്തിന് ഹിമാലയം നൽകിയ സമ്മാനമെന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നദിയാണ് ബിയാസ് നദി. നേരം വെളുക്കുന്നതു മുതൽ പലയിടത്തായി മണാലി എത്തുന്നത് വരെ ബിയാസ് നദി കാണാം. മൗണ്ടെയിൻ റോഡുകളൊക്കെ ഒരു അത്ഭുതമായി തോന്നിയത് ഈ യാത്രയിലാണ്. അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾ കണ്ടു തുടങ്ങി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. അത് വിളിച്ചിട്ട് നേരെ റൂമിലേക്കാണ് പോയത്. റൂമും നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. നല്ല അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. ഒരു റൂമുണ്ടായിരുന്നു, കിച്ചൺ ഉണ്ടായിരുന്നു, പിന്നെ ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു. നല്ല എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല സൂപ്പർ സ്റ്റേ തന്നെയായിരുന്നു ഞങ്ങൾ മണാലിയിൽ കിട്ടിയത്. നമുക്ക് 3 നേരം ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഏകദേശം ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ചാർജ് വന്നത് 1200 രൂപയായിരുന്നു. രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ഇതാണ്, പൂരിയായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു. രാവിലെ ഏകദേശം 8 മണിയോട് കൂടിയായിരുന്നു ഞങ്ങൾ എത്തിയിരുന്നത്. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ജാക്കറ്റൊക്കെ അത്യാവശ്യത്തിന് വാങ്ങിയിരുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് 1-2 സാധനങ്ങളോടൊക്കെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വാങ്ങി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഫ്രഷായിട്ട് പുറത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഞങ്ങൾ മണാലിയിലെ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. മറ്റ് സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഒരു റേറ്റ് കുറവായിട്ടാണ് തോന്നിയത്. മണാലിയിലെ ടാക്സി ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സീസൺ ടൈം ആകുമ്പോൾ ഒന്നും കൂടെ റേറ്റ് കൂടുമെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയത് ഫെബ്രുവരി ലാസ്റ്റിലേക്കായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഹഡിംബ ടെമ്പിളിലേക്കാണ്. അത് നമ്മൾ നിന്നിരുന്ന സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അധികം ദൂരമൊന്നും പോകാനുണ്ടായിരുന്നില്ല. ഈ കാണുന്ന കൽപ്പടവുകൾ കയറിയിട്ട് വേണം ഈ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ. പ്രാദേശികമായി ഈ ക്ഷേത്രത്തെ ദുംഗ്രി ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഗുഹാക്ഷേത്രം കൂടിയാണ്. ഹിന്ദു രാക്ഷസ ദേവതയായ ഹിഡിംബയ്ക്ക് വേണ്ടിയാണ് ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. മണാലിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീൻ്റെ അടുത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചു, ഏകദേശം ഫോട്ടോ എടുത്തു. ഈ ഡ്രസ്സ് എനിക്ക് തോന്നിയത് ഭയങ്കര കളർഫുള്ളായിരുന്നു അവരുടെ ഡ്രസ്സ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ എടുക്കാൻ അവർ ചാർജ് ചെയ്തത് 150 രൂപയായിരുന്നു. ഇവിടെ 2 ആളുകൾ തണുത്ത് വിറച്ച് നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. നല്ല തണുപ്പായിരുന്നെങ്കിലും ഞങ്ങൾ പോയ സമയത്ത് അവിടെ മഞ്ഞുവീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മണാലിയിലെത്തുന്നതിൻ്റെ ഒരു 4 ദിവസം മുൻപായിരുന്നു അവസാനത്തെ മഞ്ഞുവീഴ്ച എന്നായിരുന്നു ഇവിടെയുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. മഹാഭാരതത്തിൽ ഇതിഹാസത്തിൻ്റെ പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമന്റെ പത്നിയാണ് ഹിഡിംബി. ഒരു പുരാതന ഗുഹയ്ക്ക് ചുറ്റുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് മുൻപ് ഹിഡിംബി ദേവിയെ ഒരു ദേവതയായി ആരാധിച്ചിരുന്നു. ഐതിഹ്യത്തിൽ രാക്ഷസ കുടുംബത്തിൽ ജനിച്ച ഹിഡിംബി തൻ്റെ സഹോദരൻ ഹിഡിംബനുമൊത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രധാന കവാടത്തിലെ കൊത്തുപണികൾ ദുർഗാദേവിയുടെ പ്രമേയത്തിലാണ് ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾ, നർത്തകർ, ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ രംഗങ്ങൾ, നവഗ്രഹങ്ങൾ എന്നിവയും ചിത്രീകരിച്ചിട്ടുണ്ട്. മൂന്ന് മേൽക്കൂരകൾ തടി ടൈലുകൾ കൊണ്ടും മുകളിലത്തെ മേൽക്കൂര പിച്ചള കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരം കൊണ്ടുള്ള വാതിലുകളും 24 മീറ്റർ നീളമുള്ള ഗോപുരവും ഈ ക്ഷേത്രത്തിനുണ്ട്. കുമ്മായവും ചെളി പൊതിഞ്ഞ കല്ലുകളും കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പിച്ചള ചിത്രം മാത്രമാണ് ഹിഡിംബി ദേവിയെ പ്രതിനിധീകരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരു കല്ലിൽ കൊത്തിയെടുത്ത ദേവിയുടെ പാദങ്ങളുടെ മുദ്ര ആരാധിക്കപ്പെടുന്നു. ഹിഡിംബ ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലത്താണ്. മെയ് മാസത്തിലാണ് ഈ ക്ഷേത്രത്തിൽ 3 ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നത്. ഹിഡിംബ ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. കച്ചവടക്കാരിൽ കൂടുതലും എനിക്ക് തോന്നിയത് അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ സാധനങ്ങളായിരുന്നു വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഡ്രസ്സ്, അവർ കയ്യിലുണ്ടാക്കിയിരുന്ന തൊപ്പി, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് തിരിച്ച് വേറൊരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു സ്പോട്ടിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ അത്യാവശ്യം നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള കുറച്ച് കടകളുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് വീണ മഞ്ഞ് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ പൂർണ്ണമായിട്ടും പോയിട്ടില്ലായിരുന്നു. ഇതേ മഞ്ഞ് കണ്ടില്ലല്ലോ നീ? ഇതാണ് മഞ്ഞ്, കണ്ടോ? തണുത്ത് വിറച്ച് എൻ്റെ മോനെ. 20-ാം നൂറ്റാണ്ട് മുതലാണ് മണാലി ടൂറിസത്തിന് പ്രശസ്തി ആർജിച്ചത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാൻ വരുന്നവർക്കുമൊക്കെ മണാലി ഒരേപോലെ സ്വർഗ്ഗതുല്യമായ ഭൂമിയാണ്. ഹിമാചൽ അറിയപ്പെടുന്നത് തന്നെ ദേവഭൂമി എന്നാണ്. ഹിമാചൽ പ്രദേശിലെ കുളു എന്ന ജില്ലയിലാണ് മണാലി സ്ഥിതി ചെയ്യുന്നത്. യാത്രകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. വെറുതെ സ്ഥലം കാണുവാൻ, അവിടുത്തെ കാലാവസ്ഥ ആസ്വദിക്കുവാൻ, അവിടുത്തെ ഭക്ഷണം കഴിക്കുവാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും. ഓരോ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന യാത്രയിലും നമുക്ക് ലഭിക്കുന്ന അറിവ് വ്യത്യസ്തമാണ്. മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ കണ്ടപ്പോഴും പാർവതി വാലി കണ്ടപ്പോഴും യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ അനുഭവങ്ങളും അറിവുകളുമാണ്. ടൂറിസത്തെയും കൃഷിയെയും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രധാരണ രീതി, ഇതൊക്കെ മണാലിയിൽ ചെന്നാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 2 തരത്തിലാണ് മണാലിയിൽ സീസൺ തരംതിരിച്ചിരിക്കുന്നത്. വേനൽക്കാല ചൂടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ മണാലിയിലേക്ക് എത്താറുണ്ട്. അല്ലാത്തപക്ഷം മഞ്ഞുവീഴ്ച കാണാനും മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ കാണാനുമാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയത്. മണാലിയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ കേട്ടിരുന്നു മണാലിയിലെ മട്ടൺ സൂപ്പ് അടിപൊളിയാണ് എന്ന്. അങ്ങനെ മണാലിയിൽ ഏറ്റവും അടിപൊളി ഒരു മട്ടൺ സൂപ്പ് കിട്ടുന്ന കടയിൽ കയറിയിട്ട് നല്ലൊരു ചൂടുള്ള മട്ടൺ സൂപ്പ് അങ്ങോട്ട് കുടിച്ചപ്പോൾ നമ്മളെ ക്ഷീണമൊക്കെ അങ്ങോട്ട് പറന്നുപോയി. എന്തായാലും മട്ടൺ സൂപ്പ് രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ചെറുതായിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മോൾ റോഡിലേക്കാണ്. മണാലിയുടെ ഹൃദയഭാഗത്താണ് മോൾ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ മോൾ റോഡുകൾ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി 18-ാം നൂറ്റാണ്ട് മുതലാണ് നിലവിൽ വന്നത്. മിക്ക ഹിൽ സ്റ്റേഷനുകളിലും നഗരങ്ങളിലും എല്ലാവിധ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും സ്ഥിതി ചെയ്യുന്ന ഒരു മോൾ റോഡ് ഉണ്ടായിരുന്നു. ഇവിടെ യാത്രികരായി വന്നവരിൽ മിക്കവരും ഹണിമൂൺ ജോഡികളും കമിതാക്കളുമാണ്. ഇരുവശങ്ങളിലും നിരവധി വ്യാപാര കേന്ദ്രങ്ങൾ കാണാം. ഷോപ്പിങ്ങിന് പേരുകേട്ട ഇവിടെ ഒന്നിലധികം റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ധാബകൾ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് വന്നാലും ആസ്വദിക്കാൻ മനസ്സുള്ളവർക്ക് മണാലി ഒരു മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ആളുകൾ എത്തുന്ന സമയത്ത് എല്ലാത്തിനും വില കൂടുതലായിരിക്കും. മലയാളികൾ എപ്പോഴും മഞ്ഞുവീഴ്ചയുള്ള സമയം തന്നെയാണ് മണാലി സന്ദർശിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. മണാലിയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ടൂറിസത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുവരെ വന്ന് ഇവിടെ കച്ചവടം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്.
സുവനീര് വിൽക്കുന്ന കടകൾ, ഗിഫ്റ്റുകൾ വിൽക്കുന്ന കടകൾ, അങ്ങനെ ഒരുപാട്. നാട്ടിലെ വർക്കല, കോളം എന്നിവിടങ്ങളിലുള്ള വിലയേക്കാൾ കുറവാണ് ഇവിടുത്തെ കടകളിൽ. മണാലിയിൽ പ്രകൃതി ഭംഗിയും മഞ്ഞുവീഴ്ചയും കാണാൻ മാത്രമല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യാനും ഒരുപാട് ആളുകൾ എത്താറുണ്ട്. സിപ്പ് ലൈൻ, റിവർ റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ് മുതൽ ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് സീസൺ അനുസരിച്ച് വ്യത്യാസം വരും. ആപ്പിൾ തോട്ടങ്ങളിലും ആപ്പിൾ മരങ്ങളിലും ആപ്പിൾ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ ഓഗസ്റ്റ് കഴിയുന്നതിന് മുന്നേ നിങ്ങളെത്തണം. മോൾ റോഡ് മണാലിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാണ്. ഞങ്ങളുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജാക്കറ്റ് തണുപ്പിനെ പ്രതിരോധിക്കാൻ അത്ര പോരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ജാക്കറ്റ് പർച്ചേസ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല ഒരു ജാക്കറ്റായിരുന്നു. ഞങ്ങൾക്ക് ഒരു 600 രൂപ ആയിരുന്നു അതിന് ചാർജ് വന്നത്. നമ്മളിതുപോലെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ എന്തായാലും നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ കയ്യിൽ കരുതണം. അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ വന്നിട്ട് യാത്ര തുടരാൻ സാധിക്കില്ല. അപ്പോൾ യാത്ര ചെയ്യുന്നവർ, ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മോൾ റോഡ് സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം നൈറ്റിൽ തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് 1-2 ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് വൈകുന്നേരം സന്ദർശിക്കേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നൈറ്റിൽ തന്നെ മോൾ റോഡ് സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക. മാൾ റോഡിൽ കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് മനു ടെമ്പിളിലേക്കാണ്. ബുദ്ധമത വിശ്വാസികളെയും അവരുടെ ആരാധനാ കേന്ദ്രവും നമുക്ക് മണാലിയിൽ ചെന്നാൽ കാണാൻ സാധിക്കും. ടിബറ്റിൽ നിന്നും കുടിയേറിപ്പാർത്ത ബുദ്ധമത വിശ്വാസികൾക്കായുള്ള ആരാധനാ കേന്ദ്രമായ ടിബറ്റൻ മൊണാസ്ട്രി മണാലിയുടെ ഹൃദയഭാഗമായ മാൾ റോഡിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേയുള്ളൂ. മനു ടെമ്പിൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരി വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് മണാലിയിലെ ജനങ്ങൾ കരുതുന്നത്. ഞങ്ങളവിടെ പോയപ്പം കൂടുതലും ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. മനു ടെമ്പിളിൻ്റെ ക്ഷേത്രത്തിനകത്തൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ വീഡിയോ പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മനു ടെമ്പിൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്പോട്ടായിരുന്നു. പുറകിൽ വലിയ മലനിരകൾ നമുക്ക് കാണാമായിരുന്നു. ഇവിടെയൊക്കെ 2-3 ദിവസം മുൻപ് പെയ്ത മഞ്ഞായതുകൊണ്ടാണ് ഇവിടെ മഞ്ഞൊന്നും കാണാത്തത്. മഞ്ഞുവീഴ്ച കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ മഞ്ഞൊന്നും കാണാൻ സാധിക്കാത്തത്. മഞ്ഞുവീഴ്ചയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരം ഇരുട്ടായി തുടങ്ങിയപ്പോൾ തണുപ്പും കൂടി വന്നു. അങ്ങനെ ഇന്നത്തെ യാത്രകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. സൊളങ് വാലിയിലെ കാഴ്ചകളും അനുഭവങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.